Hey guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് നീറ്റ് ഫിസിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് മോഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ ടഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് പഠിച്ച ശേഷം ഇത് കാണാൻ ശ്രമിക്കുക, എങ്കിലേ പൂർണ്ണമായി മനസ്സിലാവുള്ളൂ. പിന്നെ അതുകൂടാതെ ഇതിന് മുൻപുള്ള പാർട്സ് ഒന്നും കാണാത്തവർക്കായി ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതുകൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോ ഈ ഒരു ചോദ്യം നോക്കാം. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഫ്രിക്ഷൻ ആണ്. അപ്പൊ ഫ്രിക്ഷനിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതില് ഇൻകറക്റ്റ് ആണല്ലേ ചോദിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കാരണം കോയിഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷന്റെ കോയിഫിഷ്യന്റ് നമ്മൾ മ്യൂ എന്ന് പറയും അല്ലേ, അതിന്റെ ഡയമെൻഷൻ ലെങ്ത് എന്നാ പറയുന്നത്. ഇതെങ്ങനെ ഡയമെൻഷൻ ലെങ്ത് ആവുന്നത്? ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ മ്യൂ ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള റേഷ്യോ ആണ് മ്യൂ എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റന്റ് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ അല്ല, ഏതിന്റെയും ഡയമെൻഷൻ ഇല്ല. ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ്. ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് സ്മോളർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കറക്റ്റ് ആണ്. അതിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതെന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആണ് അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ മ്യൂ എന്ന് പറയുന്നത്, മ്യൂ ഇൻറ്റു എൻ. അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കൈനറ്റിക് ഫ്രിക്ഷനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, then frictional force opposes relative motion എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. നീറ്റ് 2019 ചോദിച്ചൊരു ചോദ്യമാണ്. A block of mass 10 kg is in contact against inner wall of hollow cylindrical drum. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹോളോ സിലിണ്ടർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ് ഇതിന്റെ ആക്സിസ്? ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുണ്ട്? ചെറിയൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറയുന്നത്? നമുക്കറിയാം ഈ ബ്ലോക്കിന്റെ ഈ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം? വെയിറ്റ് വിൽ ആക്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, mg. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുന്നു അല്ലെ. വെയിറ്റ് താഴത്തോട്ടേക്ക് ആ ഒരു ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ബോഡിക്ക്. ഫ്രിക്ഷൻ മുകളിലോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് അലോങ് ദി സർഫസ്. ഇങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ നോർമൽ റിയാക്ഷൻ. ഈ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യം. മിനിമം ആംഗുലർ വെലോസിറ്റി, അപ്പൊ ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് മിനിമം വാല്യൂ എന്നാണ് ചോദ്യം. കണ്ടീഷൻ എന്താ? ബ്ലോക്ക് റിമെയിൻസ് സ്റ്റേഷനറി when the cylinder is vertical and rotating. ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ആണ്. അപ്പൊ ബ്ലോക്ക് സ്റ്റേഷനറി ആവണമെങ്കിൽ മിനിമം അതിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? mgക്ക് ഈക്വൽ ആയിരിക്കണ്ടേ. ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം മ്യൂ ഇൻറ്റു എൻ ആണ്. മ്യൂ ഇൻറ്റു ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു? ടുവേർഡ്സ് ദി സെന്റർ അല്ലേ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? mr ഒമേഗ സ്ക്വയർ, സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും mr ഒമേഗ സ്ക്വയർ. നിങ്ങളപ്പോ വിചാരിക്കും എന്താ mv സ്ക്വയർ ബൈ r എന്ന് സാർക്ക് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് വെലോസിറ്റി ആണ് കിട്ടുന്നത്. നമുക്ക് എന്താ ആവശ്യം? ഒമേഗയാണ് ആവശ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു mg, അത് എന്തിൽ ഇക്വേറ്റ് ചെയ്യുക? മ്യൂ ഇൻറ്റു mr ഒമേഗ സ്ക്വയറിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ m അവിടെ ക്യാൻസൽ ആയിക്കോളും. അപ്പൊ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? g ബൈ മ്യൂ ഇൻറ്റു r എന്ന് കിട്ടും. ഓർ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് g ബൈ മ്യൂ r എന്ന് കിട്ടും. r എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ റേഡിയസ് ആണ് r.
സോ റൂട്ട് ഓഫ് ജിക്ക് 10 എന്ന് കൊടുക്കാം. മ്യൂവിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അതിന്റെ റേഡിയസും 1 എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ത് തന്നിട്ടുണ്ട്? 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 10/0.1 100 ആണ്. റൂട്ട് 100 ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. 10 റേഡിയൻ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി. ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം, ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഒരു പ്ലാങ്ക്, ഒരു ബോക്സ്, ഇത് ഒരു പ്ലാങ്ക്, ഒരു പലക. അപ്പൊ അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോക്സ്, ചെറിയൊരു ബോക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ദാറ്റ് ബോക്സ് ഈസ് മൂവിങ് ഡൗൺ, അല്ലെ? താഴത്തേക്ക് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്നില്ല കേട്ടോ, ആക്ച്വലി ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അത് ആക്ച്വലി റെസ്റ്റിലാണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആംഗിൾ പതുക്കെ റേസ് ചെയ്യാണ്. ഓക്കെ, അതൊരു 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ബോക്സ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ബോക്സ് എന്ത് ചെയ്യുന്നു? സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് എത്ര മീറ്റർ താഴത്തേക്ക് വീഴുന്നത്? 4 മീറ്റർ ആണ് താഴത്തേക്ക് വീഴുന്നത്. 4 സെക്കൻഡിൽ താഴെ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താ? മ്യൂഎസ് എന്താ? അതേപോലെ മ്യൂ കെ എന്താ എന്നാണ് ചോദ്യം. മ്യൂഎസ് എന്താ? അതേപോലെ മ്യൂ കെ എന്താ എന്നാണ് ചോദ്യം. ഇത് നമുക്ക് ലോജിക് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വളരെ സമയം പിടിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ആക്ച്വലി. ബട്ട് നമുക്ക് വിത്തിൻ എ മിനിറ്റ് ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മ്യൂഎസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ മ്യൂഎസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ആംഗിളിന് ഒരു പേരൊക്കെ വിളിക്കും, ആംഗിൾ ഓഫ് റീപോസ് എന്നൊക്കെ വിളിക്കും. ആംഗിൾ ഓഫ് റീപോസ്, വാട്ട് ഈസ് ആംഗിൾ ഓഫ് റീപോസ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് റീപോസ് എന്താ? അത് നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ എന്താ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയണം അല്ലേ? അതൊക്കെ ഞാൻ പറയാം. സോ ആംഗിൾ ഓഫ് റീപോസ് എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അറ്റ് വിച്ച് ദി ബ്ലോക്ക് ജസ്റ്റ് സ്റ്റാർട്ട് സ്ലൈഡിങ്. ഈ ബോക്സ്, ഈ ഒരു ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിലുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. ഇനി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ലാംഡ. അതൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ ഈ രണ്ടുപേരുടെയും റിസൾട്ടന്റ് ആറാണെങ്കിൽ, ഈ രണ്ടുപേരുടെയും റിസൾട്ടന്റ് ആറാണെങ്കിൽ, ഫ്രിക്ഷന്റെയും നോർമലി റിസൾട്ടന്റ് ആറാണെങ്കിൽ ഈ റിസൾട്ടന്റ് നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ലാംഡ. റിസൾട്ടന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ, ആ ഒരു റിസൾട്ടന്റും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് ലാംഡ. ലാംഡയ്ക്ക് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോ ആ ഒരു ലിമിറ്റിംഗ് കണ്ടീഷനിൽ ബ്ലോക്ക് ഇപ്പൊ വീഴും എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആ സമയത്തുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരെന്താ? ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് കണ്ടീഷനിൽ ആംഗിൾ ഓഫ് റീപോസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും. ലിമിറ്റിംഗ് കണ്ടീഷനിൽ ആംഗിൾ ഓഫ് റീപോസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതൊക്കെ തിയറിയാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ലിമിറ്റിംഗ് കണ്ടീഷനിൽ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നറിയോ? ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ആയിരിക്കും. മ്യൂഎസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഓഫ് റീപോസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ആംഗിൾ ഓഫ് റീപോസ് എന്താ? tan 30 അല്ലേ? tan 30 എന്ന് വെച്ചാൽ എത്രയാ? 1/√3. tan 30 എന്ന് പറയുന്നത് എന്താ? 1/√3. 1/√3ന്റെ വാല്യൂ എത്ര? അപ്രോക്സിമേറ്റ്ലി 0.6 വരും അല്ലെ? 1/√3ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/1.73. അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? 0.6 കിട്ടും. 1/√3ന്റെ വാല്യൂ 0.6. അപ്പൊ നമുക്ക് കിട്ടി മ്യൂഎസ് എന്ന് പറയുന്നത് എന്താ? 0.6 ആയിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. മ്യൂഎസ് രണ്ടിലും 0.6 ആണ്. ബട്ട് ഇവിടെ എന്തായാലും ഓപ്ഷൻ സി വരില്ല കേട്ടോ. എന്തുകൊണ്ടാ? കാരണം മ്യൂ കെ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മ്യൂ കെ ഷുഡ് ബി ലെസ് ദാൻ മ്യൂഎസ്. ഇവിടെ രണ്ട് ഈക്വലാ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും മ്യൂഎസും മ്യൂ കെയും ഈക്വൽ ആയിരിക്കില്ല. മ്യൂ കെ എന്ന് പറയുന്നത് എന്താ? മ്യൂഎസിനേക്കാളും കുറവായിരിക്കും. അപ്പോ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? മ്യൂ കെ 0.5 വരും, മ്യൂഎസ് 0.6 വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓപ്ഷൻ ഡി കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത ചോദ്യം.
സോ ഗൈസ്, അപ്പോ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് 3 ബ്ലോക്ക് കാണാം, മൂന്നെണ്ണത്തിന്റെയും മാസ് സെയിം ആണ്. അപ്പൊ അതില് അവർ പറയുന്നുണ്ട് M2ഉം M3യും റഫ് ആണ് അല്ലെ, ഈ ഒരു സർഫസ്. രണ്ടവിടെയും ഫ്രിക്ഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. രണ്ടിന്റെയും ഇതിന്റെ ഫ്രിക്ഷണൽ F2 ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ ഫ്രിക്ഷൻ F3 ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ വെയിറ്റ് mg താഴത്തോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ എക്സലറേഷൻ. ഈ എക്സലറേഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്ലോക്ക് M1 ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ എക്സലറേഷൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സലറേഷൻ എന്നാണ് ചോദ്യം. കൂടുതൽ അവർ എന്ത് പറയുന്നുണ്ട്, M2 ആൻഡ് M3 അവിടുത്തെ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എക്സലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ്, ആണല്ലോ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg താഴത്തോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, F2 F3 ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് തന്നെ -F2 -F3 എന്ന് എഴുതി, ബൈ ടോട്ടൽ മാസ്. That is, you will get acceleration equal to mg. ഇനി ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ മ്യൂ ഇൻറ്റു എൻ അല്ലേ, മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ അല്ലെ, മ്യൂ ഇൻറ്റു mg ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് F1 F2 F3യും മ്യൂ ഇൻറ്റു mg ആണ്. F2 മ്യൂ ഇൻറ്റു mg ആണ്, F3യും മ്യൂ ഇൻറ്റു mg ആണ്. നോർമൽ റിയാക്ഷൻ ബൈ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ മാസ് m പ്ലസ് എം. ന്യൂമറേറ്ററിൽ നിങ്ങൾ mg കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 - 2μ എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 3m എന്ന് കിട്ടും. m ക്യാൻസൽ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സലറേഷൻ ഈക്വൽ ടു g/3 ഇൻറ്റു 1 - 2μ എന്ന് കിട്ടും. g/3 ഇൻറ്റു 1 - 2μ, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, അതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണ്. അതിന്റെ ടോട്ടൽ ലെങ്ത് നിങ്ങൾ എല്ലാണെന്ന് അസ്യൂം ചെയ്യുക. ടോട്ടൽ ലെങ്ത് എല്ലാണെങ്കിൽ അപ്പർ ഹാഫ് L/2, ലോവർ ഹാഫ് L/2. അതിൽ അപ്പർ ഹാഫ് എന്ന് പറയുന്നത് സ്മൂത്ത് ആണ്, ലോവർ ഹാഫ് എന്ന് പറയുന്നത് റഫ് ആണ്. അപ്പൊ ഈ ലോവർ ഹാഫിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ആംഗിൾ തീറ്റ. ആൻഡ് ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി അവർ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. തിരിച്ച് ബോട്ടത്തിൽ എത്തുമ്പോഴും അവിടെയും വെലോസിറ്റി എന്താ, 0 ആണ്. അപ്പൊ ആറ്റം ടോപ്പിലും വെലോസിറ്റി 0 ആണ്, ആറ്റം താഴെയും അല്ലെ, റെസ്റ്റ് അറ്റ് ബോട്ടം താഴെയും വെലോസിറ്റി 0 ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ മിഡ് പോയിന്റ്, ഇവിടുത്തെ മിഡ് പോയിന്റിലെ വെലോസിറ്റി v' എന്താന്ന് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റിലെ വെലോസിറ്റി നമുക്ക് v' എന്താ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ സ്മൂത്ത് പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം v² ഈക്വൽ ടു എന്താ, u² + 2as അല്ലേ. v² ഈക്വൽ ടു u² + 2as. അപ്പൊ v' ഈക്വൽ ടു സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ടു യുക്ക് 0 കൊടുക്കുക. ഓക്കെ, സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ അവിടെ എക്സലറേഷൻ എന്ന് പറയുന്നത് g sin θ ആയിരിക്കും. എക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ, g ഇൻറ്റു sin θ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു എസിനെ L/2 എന്ന് കൊടുക്കുക, 2 ക്യാൻസൽ ആകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, v' ഈക്വൽ ടു gl sin θ എന്ന് കിട്ടും. v' ഈക്വൽ ടു gl sin θ ഇക്വേഷൻ 1. ഇനി നിങ്ങൾ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇതേപോലെ നമ്മൾ v² ഈക്വൽ ടു ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഫ്രം v'. അപ്പൊ ഈ ഒരു പ്ലെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി v' ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇങ്ങനെ എഴുതി v² ഈക്വൽ ടു യുവിന് പകരം v'² എടുക്കുക, എക്സലറേഷൻ a' എന്ന് എഴുതി. അതിൽ vക്ക് 0 കൊടുക്കുക. v' എന്ന് വെച്ചാൽ എന്താ, gl sin θ ആണ്, പ്ലസ് 2 ഇൻറ്റു a' ഇൻറ്റു ലെങ്ത് എന്താ, L/2 തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. അപ്പൊ 2 ക്യാൻസൽ ആകും. യു വിൽ ഗെറ്റ് -gl sin θ ഈക്വൽ ടു a' ഇൻറ്റു l എന്ന് കിട്ടും. l ക്യാൻസൽ ആകും. a' ഈക്വൽ ടു -g sin θ. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. അതായത് എക്സലറേഷൻ ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇക്വേഷൻ a' ഇക്വേഷൻ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, g ഇൻറ്റു sin θ മൈനസ് മ്യൂ കോസ് θ ആണ്. a' ഇക്വേഷൻ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എക്സലറേഷൻ ഇതാണ് ഇക്വേഷൻ. സ്മൂത്ത് ആണെങ്കിൽ g sin θ, റഫ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ.
ഈക്വൽ ടു നിങ്ങൾക്ക് മൈനസ് ജി സൈൻ തീറ്റ എന്ന് കിട്ടും. ജി ക്യാൻസൽ ആകും. സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഓർ യു ക്യാൻ റൈറ്റ് ആസ് 2 സൈൻ തീറ്റ അല്ലെ. സൈൻ തീറ്റ ഇങ്ങോട്ടേക്ക് പ്ലസ് ആകും. ഇങ്ങോട്ടേക്ക് മ്യൂ കോസ് തീറ്റ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. or mu equal to 2 into sin theta by cos theta, that is 2 into tan theta. Mu equal to 2 into tan theta option. Clear ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. 2013 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇതേപോലൊരു ചോദ്യം നോക്കി. ഒരു ബ്ലോക്ക് ബി കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇവിടെ മ്യൂ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ കം ടു റെസ്റ്റ് ആഫ്റ്റർ എ ടൈം. എത്ര സമയം കഴിയുമ്പോഴാണ് റെസ്റ്റിലാവുന്നത്? അപ്പൊ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പ് റെസ്റ്റിലാവില്ല. അപ്പൊ വി ഈക്വൽ ടു യു മൈനസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല. വി ഈക്വൽ ടു നിങ്ങൾ യു പ്ലസ് എ ടി എടുക്കുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0, ഇനിഷ്യൽ വെലോസിറ്റി വി തന്നിട്ടുണ്ട്, പ്ലസ് എ ടി എന്ന് കിട്ടും. അപ്പൊ എക്സലറേഷൻ നിങ്ങൾക്ക് മൈനസ് വി ബൈ ടി എന്ന് കിട്ടും. എക്സലറേഷൻ മൈനസ് വി ബൈ ടി. അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എഴുതാണെങ്കിലോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ പ്ലസ് വി ബൈ ടി. ഇനി ഇവിടെ ഈ ഒരു റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ഏതാ? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് അത് റെസ്റ്റിലാവുന്നത്. അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് അത് എന്താവുന്നത്? റെസ്റ്റിലാവുന്നത്. ഓക്കെ, അപ്പൊ ഈ എം എന്ന് പറയുന്ന ഫോഴ്സ് ആക്ച്വലി അവിടെ എന്താ? ആക്ച്വലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, റിട്ടാർഡേഷൻ ഫോഴ്സ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം മ്യൂ ഇൻറ്റു എം ജി ആണ്. മ്യൂ ഇൻറ്റു എൻ അല്ലെങ്കിൽ മ്യൂ ഇൻറ്റു എം ജി അല്ലെ. നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എം ജിക്ക് ഈക്വൽ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ മ്യൂ ഇൻറ്റു എം ജി. അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എം എ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എം ക്യാൻസൽ ആയി നിങ്ങൾക്ക് എക്സലറേഷൻ ഈക്വൽ ടു എന്ത് കിട്ടും? മ്യൂ ജി എന്ന് കിട്ടും. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതാണെങ്കിൽ ഫ്രം 1 എക്സലറേഷൻ മ്യൂ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വി ബൈ ടി എന്ന് കിട്ടും. ഓർ ടി ഈക്വൽ ടു എന്ത് കിട്ടും? വി ബൈ മ്യൂ ജി എന്ന് കിട്ടും. ടി ഈക്വൽ ടു വി ബൈ മ്യൂ ജി, ഓപ്ഷൻ ഡി. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നോക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം. ഇതേപോലെ നമുക്ക് ആദ്യം ഒരു ബ്ലോക്ക് വരയ്ക്കുക. ഇതിന്റെ മാസ് 10 കിലോഗ്രാം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.5 ആണെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ 100 ന്യൂട്ടൺ ഫോഴ്സിൽ അപ്ലൈ ചെയ്യാണ്. എക്സലറേഷൻ എന്തായിരിക്കും എന്നാ ചോദ്യം. അപ്പൊ ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. അതായത് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ജി ആണ്. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു 10 ഇൻറ്റു മ്യൂന് 0.5 എന്ന് കൊടുക്കുക അല്ലെ. മ്യൂന് 0.5 എന്ന് കൊടുക്കുക. എം 10 ആണ്. ജിക്ക് നമുക്ക് 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 50 ന്യൂട്ടൺ. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇങ്ങോട്ടേക്ക് 100 ന്യൂട്ടനും ഉണ്ട്, ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? 50 ന്യൂട്ടനും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എന്താ? വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 100 മൈനസ് 50 അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ 50 ന്യൂട്ടൺ. ഇനി എക്സലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നെറ്റ് ഫോഴ്സ് ബൈ മാസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 50 ബൈ 10 ചെയ്താൽ മതി. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എക്സലറേഷൻ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ബി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഫ്രിക്ഷനായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പാർട്ട് കൂടി നമുക്ക് ഫ്രിക്ഷനിൽ സർക്കുലർ നോൺ യൂണിഫോം സർക്കുലർ മോഷന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ നെക്സ്റ്റ് പാർട്ട് നാളെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതോടെ നമുക്ക് ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. സോ ദാറ്റ് ബൈ, സീ യു, ടേക്ക് കെയർ.